എൻ്റെ ഗോപകുമാറിനോടാണ്. പാലക്കാടുകാരനാണ് ഗോപകുമാർ. ഗോപകുമാർ, അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്നാണ് ഗോപകുമാർ കരുതുന്നത്? നമസ്കാരം സാർ, ചെറുപ്പശ്ശേരിക്കാരനാണ്. മനസ്സിലായി, നമ്മൾ ഇന്നലെ സംസാരിച്ചല്ലോ. അപ്പൊ ഗോപകുമാർ പക്ഷേ BJP കാരനാണല്ലേ? അത് ഞാൻ പറയാം, ശശി തരൂർ മുഖ്യമന്ത്രിയാവുന്നേ പറയുള്ളൂ. അതൊരു നല്ല ഉത്തരവാണ് കേട്ടോ. അങ്ങക്കെ ഞാനൊരു കാര്യം പറയാം, ശ്രീ ഗോപകുമാറിന് രാഷ്ട്രീയം ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ. കാരണം ഞാൻ വിചാരിച്ച അങ്ങ് ഈ ചോദ്യത്തിന് മുന്നിൽ പതറിപ്പോകുമെന്നാണ്. കാരണം ഏതെങ്കിലും ഒരു മറ്റൊരു മുന്നണിയിൽ ഒരാളെ പറയണം. അപ്പോൾ ശശി തരൂർ എന്ന് പറയുമ്പോൾ തന്നെ കോൺഗ്രസിൽ നിന്നാണെങ്കിലും BJPക്ക് ഒരു സ്വീകാര്യനായ ഒരാളുടെ പേര് കൊള്ളാം. അങ്ങ് ഒരു ബുദ്ധിമാൻ തന്നെ, ഞാനത് സമ്മതിക്കാം. ശശി തരൂരിൻ്റെ ആ ഒരു അങ്ങയുടെ ഇതും കൊള്ളാം കേട്ടോ. ശശി തരൂര് മുഖ്യമന്ത്രി ആവുന്ന മാത്രമേ പറഞ്ഞുള്ളൂ. ഏതാ ചിഹ്നം, ഏതാ പാർട്ടി ഒന്നും പറഞ്ഞില്ല ഞാൻ. അങ്ങനെയുണ്ടല്ലേ? അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അത് ശരി. ഏതാ പാർട്ടി, ഏത് ചിഹ്നം ഒന്നും ഞാൻ പറഞ്ഞില്ല. ശശി തരൂർ മുഖ്യമന്ത്രിയാവും. സാധ്യതയുണ്ട്. സാധ്യതയില്ല, തള്ളിക്കളയാനൊന്നും പറ്റില്ല. ശശി തരൂരിനെ വെച്ച് BJP ഒരു കളി കളിക്കും. ഏതായാലും ഈ BJP കുറെ സീറ്റ് പിടിക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ട് അല്ലേ ശ്രീ ഗോപകുമാറിന് ഉൾപ്പെടെ? BJP ഒരു 10-20 സാർ കണക്ക് കൂട്ടുന്നത്. അതെ, 10-20 നമ്മള് എത്രയും ആഗ്രഹിക്കാലോ. ആഗ്രഹിക്കാം. ശരി, ഓക്കെ. മല പോലെ ആഗ്രഹിച്ചാൽ ഒരു കുറച്ച് കിട്ടുന്നാണല്ലോ പറയാ. കുന്നോളം ആഗ്രഹിച്ച കുന്നിക്കുരുവോളം അങ്ങനെയൊക്കെ പറയില്ലേ? കുന്നോളം ആഗ്രഹിച്ചു കുന്നിക്കുരുവോളം. തിരുവനന്തപുരത്ത് നമ്മള് കണക്കൂട്ടാൻ സാർ, ഒറ്റ മിനിറ്റ്. ഈ തിരുവനന്തപുരത്ത് നമ്മള് മേയറും ഒക്കെ വന്ന അവസ്ഥയ്ക്ക് തിരുവനന്തപുരത്തിന്റെ ഭരണവും കാര്യങ്ങളും മേയറുടെ ഭരണവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോ ജനങ്ങളിൽ ഒരു മാറി ചിന്തിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവുന്ന പറഞ്ഞു. പക്ഷെ 5 മാസമേ ഉള്ളൂ. തീർച്ചയായിട്ടും ആറ്റിങ്ങൽ തൊട്ട് ആറ്റിങ്ങൽ കാട്ടാക്കട, വട്ടിയൂർക്കാവ്, നേമം, തിരുവനന്തപുരം സെന്റർ, അങ്ങനെ തൃശ്ശൂര് നിയമസഭാ മണ്ഡലം, അങ്ങനെ ശോഭാ സുരേന്ദ്രൻ ഒരു മണ്ഡലം ഇവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്, കായംകുളം. അപ്പോഴും പാലക്കാട് നഗരം പറയുന്നില്ലല്ലോ, സാധ്യതയില്ലേ? പാലക്കാട് വരുന്നു. അതാ കായംകുളത്ത് ശോഭ ചേച്ചിന്റെ കഴിഞ്ഞ നേരെ വരുന്ന പാലക്കാട്ടേക്കാണ്. പാലക്കാട് 2 സീറ്റ്, ഒന്ന് മലമ്പുഴ, ഒന്ന് പാലക്കാട് ടൗൺ. ശരി, ഓക്കെ, വ്യക്തമാണ് അങ്ങ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ബാലകൃഷ്ണൻ കൂടി എന്നോടൊപ്പം ചേരുന്നു വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, വടകര കഴിഞ്ഞ തവണ BJPക്കാർക്കൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവർ പല പേരുകളൊക്കെ പറഞ്ഞു. ഒരു ഘട്ടത്തിൽ നമ്മുടെ മെട്രോമാനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കുന്നു എന്ന് വരെ പറഞ്ഞ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറി. ഇപ്പോൾ പുതിയ രാഷ്ട്രീയ സാഹചര്യമാണ്. ഇപ്പോൾ BJPയുടെ ഒരു നേട്ടം അസംഭവ്യമല്ല എന്നുകൂടി കണക്കാക്കേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ ബാലകൃഷ്ണൻ വടകര എന്ത് കരുതുന്നു? ആര് ജയിക്കും ബാലകൃഷ്ണൻ വടകര അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? മനു സാർ, നമസ്കാരം. നമസ്കാരം. എന്തിനാ സാർ പാവം BJP ഇറങ്ങാറ്? ഞാൻ പുഴുവല്ലേ കേരള രാഷ്ട്രീയത്തിൽ. അല്ല, എനിക്ക് ഇത് ആര് ജയിക്കുമെന്ന് ചോദിക്കണ്ടേ? അങ്ങ് ഒന്ന് പറയണ്ടേ? അതിനൊരു മറുപടി ഇല്ലേ? ഇപ്പം നമ്മുടെ ഗോപകുമാർ കണ്ടില്ലേ, വിദഗ്ധമായി മറുപടി പറഞ്ഞു. 2026 4 മാസത്തിനുള്ളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പല അത്ഭുതങ്ങളും കേരളത്തിൽ നടക്കും. പക്ഷെ ഭാരതീയ ജനതാ പാർട്ടി, ഞാൻ ഏത് തെരഞ്ഞെടുപ്പിലും പറയുന്നില്ലേ, ശക്തമായ മുന്നേറ്റം കേരളത്തിൽ നടത്തും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ആര് മുഖ്യമന്ത്രി ആകണമെന്നാണ് അങ്ങ് ആരാകുമെന്നാണ് അങ്ങ് കണക്കൂട്ടുന്നത്? അല്ല, മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിന്റെ ആരെങ്കിലും ആയിരിക്കാം, അതൊന്നും യാതൊരു സംശയമില്ല. പക്ഷെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ ഒരു മുന്നേറ്റം നടത്തി. അപ്പൊ ഇടതുപക്ഷം ജയിക്കുമെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടം UDFന് ആവർത്തിക്കാനാകില്ല നിയമസഭയിൽ എന്നാണ് അങ്ങ് പറയുന്നത് അല്ലേ? ഇല്ല. അവർ ഇതുവരെ ഇടതുപക്ഷം സ്വീകരിച്ച ചീർത്ത് ഭീകരവാദികളെയും അപ്പുറങ്ങളിലേക്കും. അപ്പോ അതിനെതിരായിട്ടൊരു പ്രതികരണം ഇപ്പുറത്തുണ്ടാവും. പിന്നെ ഇടതുപക്ഷത്തോട് എനിക്ക് പറയാനുള്ളത്, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പോകണമെങ്കിൽ ചാണകത്തിൽ ചവിട്ടണം. അതൊരു പ്രശ്നമാണ് സാർ. ചാണകത്തിൽ നീന്തിയാലേ സെക്രട്ടേറിയറ്റ് കയറാൻ പറ്റൂ. ഇപ്പോ പലർക്കും ചാണകം ചവിട്ടാൻ പറ്റത്തില്ല. ചാണകം എന്തോ വലിയ അലർജിയാണ്. പക്ഷെ ചാണകത്തിൽ ചവിട്ടിയേ സെക്രട്ടറി കയറാൻ ഞങ്ങൾ അനുവദിക്കും. അത് ഞങ്ങളുടെ ഒരു പിടിവാശിയാണ്. ഞങ്ങളുടെ ഇന്ത്യയിൽ 20 സ്റ്റേറ്റ് ഭരിക്കുന്ന ഞങ്ങൾ 58-ൽ. ഞങ്ങളെ പറ്റി ഇവർ സംസാരിക്കുന്ന എന്താ? ഭാരതീയ ജനതാ പാർട്ടി എന്ത് ഇവർ അങ്ങ് നേരിടും ഇന്ത്യ രാജ്യത്തിൽ. നമ്മൾ അതിലേക്ക് കടന്നു പോകുന്നു. ഓക്കെ, ഗൗതം എന്നോടൊപ്പം ചേരുന്നു. ഗൗതം പക്ഷേ ഇടതുപക്ഷക്കാരനാണ്. ഗൗതം, ഒരു വനിതാ മുഖ്യമന്ത്രി വേണമെന്ന ആവശ്യം അടുത്ത ഘട്ടത്തിൽ CPM പരിഗണിക്കൂ? പാർട്ടിക്ക് അധികാരം കിട്ടിയിട്ടാകുമ്പോൾ അപ്പോൾ തീരുമാനിക്കുന്നതാണ് പ്രൊസീജിയർ എന്ന് മനുവിന് അറിയാമല്ലോ. അതറിയാം. എന്നാൽ ഞാൻ അങ്ങയുടെ ഒരു ചിന്താഗതിക്കാരൻ എന്ന നിലയിൽ ഒരു ആഗ്രഹം ഞാൻ ചോദിക്കുകയാണ്. ഞാൻ പറയുന്നതും പാർട്ടിക്ക് എന്തായാലും ഇത് മുഴുവൻ സീറ്റും ജയിക്കുക അല്ലെങ്കിൽ ഭൂരിപക്ഷം കിട്ടും എന്ന് വിചാരിക്കുന്നുണ്ട് അല്ലേ ഗൗതം?
തിളക്കമാറുന്നൊരു വിജയമുണ്ടാകും. അപ്പൊ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയം ഇപ്പൊ തിളക്കം അത് എന്താ സംഭവിച്ചത്? തിളക്കം കുറഞ്ഞു പോകാൻ കാരണം അത് തിരുത്തി മുന്നിലോട്ട് പോകും തന്നെയാണല്ലോ മുഖ്യമന്ത്രിയും ഗോവിന്ദമാഷൊക്കെ പറഞ്ഞത്. അപ്പൊ അതൊക്കെ അത് തിരുത്തുന്നുണ്ട് പാർട്ടി നമ്മളെ ഇവിടെയൊക്കെ. ആണോ? ആ അപ്പൊ ഒരു ഇടത് മുഖ്യമന്ത്രി ഉണ്ടാകും എന്നാണ് ഏതായാലും ഗൗതം കരുതുന്നത് അല്ലേ?